GCC രാജ്യങ്ങളുടെ കാര്യം കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്നാമത് യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ ഇതുവരെ നികത്താനായി ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഖത്തറാണെങ്കിൽ 5 വർഷത്തേക്കെങ്കിലും ഇപ്പോഴുണ്ടായിരിക്കുന്ന കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന തകർച്ചകളിൽ നിന്ന് കരകയറാൻ തങ്ങൾക്ക് വേണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇത് യുദ്ധം നാശം വിതച്ച ഒമാനിൽ വീണ്ടും ഒരു ദുരന്തം നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം ഗണ്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒമാനിലെ അൽ ബത്തീനയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാർ ഒഴുകിപ്പോയതാണ് അപകടത്തിനിടയാക്കിയത്. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഒമാൻ സർക്കാരുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാവ് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. യുദ്ധക്കെടുതിയിൽ തകർന്ന ഒമാനിൽ പേമാരിയാണ് ഇപ്പോൾ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ദമ്പതികൾ ഉൾപ്പെടെ 18 പേർക്ക് ഇതുവരെ വെള്ളപ്പൊക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു സ്ത്രീയെ ഇപ്പോഴും കാണാതായ റിപ്പോർട്ടുകളുണ്ട്. ഒമാനിലെ അൽ ബത്തീന ഗവർണറേറ്റിന് സമീപം ശനിയാഴ്ച പെയ്ത പേമാരിയിൽ ഒരു വാഹനം ഒഴുകിപ്പോയതായ റിപ്പോർട്ടുകൾ പറയുന്നു. വെള്ളം വളരെ വേഗത്തിൽ ഒഴുകിയതിനാൽ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് സുഖം പ്രാപിക്കാൻ പോലും അവസരം ലഭിച്ചില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ദുരന്തത്തിൽ യൂസഫ് ഷംല എന്നീ ദമ്പതികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. റംല എന്ന സ്ത്രീയെ ഇപ്പോഴും കാണാനില്ല. ഒമാൻ പോലീസ് അവർക്കായിട്ടുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നിന്നുള്ള ദാരുണമായ വാർത്തയെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാവ് VD സതീശൻ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സഹായം അഭ്യർത്ഥിച്ചു. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഒമാൻ അധികൃതരുമായി ഉന്നതതല ഏകോപനം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാണാതായ റംല എന്ന സ്ത്രീക്കായുള്ള തിരച്ചിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് തന്റെ കത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയുന്നു. എന്തായാലും അറബ് രാജ്യങ്ങളിലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിലെ വെള്ളപ്പൊക്കം അങ്ങേയറ്റം അപകടകരമാക്കുന്നു. മലനിരകളിൽ നിന്നുള്ള വെള്ളം വരണ്ട താഴ്വരകളിലേക്ക് ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിലും റോഡുകളിലും മിനിറ്റുകൾക്കകം എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃത്താലയിൽ നിന്നുള്ള ഈ കുടുംബവും ഈ വെള്ളപ്പൊക്കത്തിന് ഇരയായിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.